സുഹൃത്തുക്കളെ, കാടിന് ഒരു നിയമമുണ്ട്. ഒരു സിംഹം ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ പോലും മറ്റു മൃഗങ്ങൾ അതിന്റെ അടുത്തേക്ക് പോകാൻ 100 വട്ടം ചിന്തിക്കും. അവരുടെ ശ്വാസം വരെ നിലച്ചുപോകും. എന്നാൽ ഒരു പട്ടി ഉണർന്നിരിക്കുമ്പോഴും തെരുവിൽ ഉച്ചത്തിൽ കുരയ്ക്കുമ്പോഴും ഒരു കൊച്ചുകുട്ടി പോലും അതിനെ കല്ലെറിഞ്ഞോടിക്കും. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? സിംഹം ഉറങ്ങുകയാണ്, അത് ആരെയും ഉപദ്രവിക്കുന്നില്ല. എന്നിട്ടും അതിന് അത്രയധികം ബഹുമാനം. എന്നാൽ പട്ടി ഇത്രയധികം ശബ്ദമുണ്ടാക്കി തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടും അതിനിത്രയും അപമാനം. ഇതിനുള്ള മറുപടി വളരെ കൈപ്പേറിയതാണ്. എന്നാൽ അതാണ് സത്യം. ലോകം നിങ്ങളുടെ നന്മയെ അല്ല ബഹുമാനിക്കുന്നത്. ലോകം നിങ്ങളുടെ ശക്തിയെയും നിങ്ങളുടെ അസ്തിത്വത്തെയുമാണ് ബഹുമാനിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആചാര്യ ചാണക്യൻ പറഞ്ഞ ഒരു കാര്യം ഇന്നത്തെ കലിയുഗത്തിലും 100% സത്യമാണ്. നേരെ നിൽക്കുന്ന മരങ്ങളാണ് ആദ്യം വെട്ടിമാറ്റപ്പെടുന്നത്. വളഞ്ഞും പുളഞ്ഞും നിൽക്കുന്ന മരങ്ങളെ ആരും തൊടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിൽ ആരാണോ വളരെ നിഷ്കളങ്കനായിട്ടുള്ളത്, എല്ലാവരുടെയും കൂടെ എന്തിനും തലകുലുക്കുന്നവർ, അവരെയാണ് ലോകം ആദ്യം ഇരയാക്കുന്നത്. ആളുകൾ അവരെ ചൂഷണം ചെയ്യും, അവരെ മുതലെടുക്കും. ആവശ്യം കഴിയുമ്പോൾ പാലിൽ വീണ ഈച്ചയെപ്പോലെ വലിച്ചെറിയും. നിങ്ങളുടെ ഭൂതകാലം ഒന്ന് ഓർത്തുനോക്കൂ. സത്യസന്ധമായി ചിന്തിക്കുക. മറ്റൊരാൾക്കു വേണ്ടി നിങ്ങളുടെ സർവ്വവും നൽകി കൂടെ നിന്നിട്ടുള്ളത് എത്ര തവണയാണ്? നിങ്ങൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലികൾ മാറ്റിവെച്ചു, ഉറക്കം കളഞ്ഞു, സ്വന്തം പണം ചിലവാക്കി. എല്ലാം മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി മാത്രം. അവർ നിങ്ങളെ പ്രശംസിക്കുമെന്നും നിങ്ങളെ സ്വന്തമായി കാണുമെന്നും നിങ്ങൾ കരുതി. എന്നാൽ പകരം നിങ്ങൾക്ക് എന്താണ് ലഭിച്ചത്? വഞ്ചന, അപമാനം, അല്ലെങ്കിൽ പിന്നിൽ നിന്ന് ഇയാളൊരു വിഡ്ഢിയാണെന്നുള്ള പരിഹാസം. ഇവനെ ഉപയോഗിച്ച് മുന്നേറാം എന്ന് അവർ ചിന്തിച്ചു. നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ കൈപ്പേറിയ സത്യം കേൾക്കുക. തെറ്റ് ലോകത്തിൻ്റേതല്ല, തെറ്റ് നിങ്ങളുടേതാണ്. നിങ്ങളുടെ അഭിമാനവുമായി കളിക്കാൻ ആളുകൾക്ക് നിങ്ങൾ തന്നെയാണ് അനുവാദം നൽകിയത്. നിങ്ങളുടെ നന്മയെ നിങ്ങൾ അത്രത്തോളം വില കുറഞ്ഞതാക്കി മാറ്റി. അതുകൊണ്ട് ആളുകൾ അതൊരു ബാധ്യതയായി കാണാൻ തുടങ്ങി. ബഹുമാനം ഒരു കടയിലും കിട്ടില്ല, കരഞ്ഞതുകൊണ്ടും അത് കിട്ടില്ല. ബഹുമാനം സമ്പാദിക്കേണ്ടതാണ്, ചിലപ്പോൾ അത് പിടിച്ചു വാങ്ങേണ്ടി വരും. അതിനായി നിങ്ങൾ ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു ആടല്ല, ഒറ്റയ്ക്ക് നിൽക്കുന്ന സിംഹമാകണം. ഒരു സാധാരണ മനുഷ്യനെ കരുത്തനാക്കി മാറ്റുന്ന ആചാര്യ ചാണക്യന്റെ നീതിശാസ്ത്രത്തിലെ ഏറ്റവും അപകടകരമായ 7 നിയമങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഇതൊരു വെറും മോട്ടിവേഷൻ അല്ല, ബഹുമാനം നേടിയെടുക്കാനുള്ള ശാസ്ത്രമാണിത്. അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ രക്തത്തിൽ അലിയിപ്പിച്ചാൽ നാളെ മുതൽ ആളുകൾ നിങ്ങളെ കണ്ടു വഴിമാറില്ല, മറിച്ച് അവർ നിങ്ങൾക്ക് വഴിമാറിത്തരും. അപ്പോൾ ബഹുമാനം നേടാനുള്ള ഒന്നാമത്തെ നിയമം നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ നിയമം എളുപ്പത്തിൽ ലഭ്യമാകുന്നത് നിർത്തുക. ആചാര്യ ചാണക്യൻ പറയുന്നു, നദിയിൽ എപ്പോഴും ഒഴുകുന്ന വെള്ളത്തിൽ ആളുകൾ തങ്ങളുടെ അഴുക്കുപുരണ്ട വസ്ത്രങ്ങൾ അലക്കുന്നു, മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു. എന്നാൽ മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് കിട്ടുന്ന വെള്ളം ആളുകൾ സ്വർണം പോലെ സൂക്ഷിച്ചുവെക്കുന്നു. മനുഷ്യന്റെ തലച്ചോറ് ഒരു രീതിയിൽ മാത്രമേ പ്രവർത്തിക്കൂ. എളുപ്പത്തിൽ കിട്ടുന്നതെന്തും അതിന് വിലയില്ലാത്തതാണ്. ഇപ്പോൾ നിങ്ങളെത്തന്നെ ഒന്ന് നോക്കൂ. ആര് എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്ന ആളാണോ നിങ്ങൾ? സുഹൃത്ത് വിളിച്ചാൽ സ്വന്തം ജോലി ഉപേക്ഷിച്ചു പോകും. അവധി ദിവസങ്ങളിൽ ബോസ് ജോലി തന്നാലും ചെയ്യും. ബന്ധുക്കൾ അവരുടെ ഭാരം നിങ്ങളുടെ മേൽ വെച്ചാലും മിണ്ടാതെ ചുമക്കും. നിങ്ങളൊരു സഹായകനാണെന്നാണ് നിങ്ങളുടെ വിചാരം. എന്നാൽ സത്യത്തിൽ നിങ്ങൾ വില കുറഞ്ഞവനായി മാറുകയാണ്. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിവുള്ളവനാണെങ്കിൽ ആളുകളുടെ മനസ്സിൽ ഒരു ചിന്ത വരും, ഇവന് സ്വന്തമായി ഒരു വിലയുമില്ല, ഇവൻ വെറുതെയിരിക്കുകയാണ്. ഓർക്കുക, വെറുതെയിരിക്കുന്നവരെ ആരും ബഹുമാനിക്കില്ല, അവർ എത്ര നല്ലവരായാലും ശരി. അതിനാൽ ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ കുറച്ച് വിലയുള്ളവനാകാൻ പഠിക്കുക. ആളുകളോട് നോ പറയാൻ പഠിക്കുക. നിങ്ങൾ തിരക്കിലാണെങ്കിൽ എനിക്ക് സമയമില്ല എന്ന് വ്യക്തമായി പറയുക. ഫോണടിക്കുമ്പോഴെല്ലാം ജോലിക്കാരനെപ്പോലെ ഓടുന്നത് നിർത്തുക. ആളുകളെ കുറച്ച് കാത്തിരിക്കാൻ പഠിപ്പിക്കുക. നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുമ്പോൾ മാത്രമേ അവർ നിങ്ങളുടെ സമയത്തെ വിലമതിക്കൂ. നിങ്ങളെ തന്നെ സൗജന്യമായി വിതരണം ചെയ്താൽ ലോകം നിങ്ങളെ ആക്രിവിലയ്ക്ക് വിൽക്കും. രണ്ടാമത്തെ നിയമം നിശബ്ദതയുടെ ഭയം. ചാണക്യൻ പറയുന്നു, വിഡ്ഢി തന്റെ നാവുകൊണ്ട് കൊല്ലപ്പെടുന്നു, എന്നാൽ ബുദ്ധിമാൻ തന്റെ നിശബ്ദത കൊണ്ട് ഭരിക്കുന്നു. കാട്ടിൽ നോക്കൂ, സിംഹം ഗർജിക്കുന്നു, പക്ഷേ അത് 24 മണിക്കൂറും ഗർജിക്കാറില്ല. അതിന്റെ ശക്തി കാണിക്കേണ്ടി വരുമ്പോൾ മാത്രമാണ് അത് ശബ്ദമുണ്ടാക്കുന്നത്. എന്നാൽ തവള ദിവസം മുഴുവൻ കരഞ്ഞുകൊണ്ടേയിരിക്കും, ആരും അതിനെ ഭയപ്പെടുന്നുമില്ല. നമ്മളിൽ 90% ആളുകളും ഈ തെറ്റാണ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് സംസാരിക്കുന്നു, എല്ലാ കാര്യത്തിലും നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുന്നു. നമ്മുടെ സങ്കടകഥകൾ, പദ്ധതികൾ, സ്വപ്നങ്ങൾ എന്നിവ എല്ലാവരോടും വിളിച്ചു പറയുന്നു. കൂടുതൽ സംസാരിച്ചാൽ നമ്മൾ ബുദ്ധിമാന്മാരാകുമെന്നാണ് നമ്മുടെ വിചാരം. എന്നാൽ യാഥാർത്ഥ്യം നേരെ മറിച്ചാണ്. നിങ്ങൾ കൂടുതൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വില കളയുകയാണ്. ആളുകൾ നിങ്ങളുടെ വാക്കുകളെ ഗൗരവമായി എടുക്കുന്നത് നിർത്തും. അവനെ സംസാരിക്കാൻ വിട്ടേക്ക്, അത് അവന്റെ ശീലമാണ് എന്ന് അവർ പറയും. എന്നാൽ മറുവശത്ത് 4 പേർക്കിടയിൽ തികച്ചും ശാന്തനായിരിക്കുന്ന ഒരു വ്യക്തിയെ നോക്കൂ. അവൻ എല്ലാവരും പറയുന്നത് കേൾക്കുന്നു, എന്നാൽ ഒന്നും മിണ്ടുന്നില്ല. അവന്റെ കണ്ണുകളെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. അവന്റെ നിശബ്ദത എതിരാളിയെ അസ്വസ്ഥനാക്കുന്നു. അവന്റെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് ചിന്തിക്കാൻ ആളുകൾ നിർബന്ധിതരാകുന്നു. അവൻ വായ തുറക്കുമ്പോൾ എല്ലാവരും നിശബ്ദരാകും. കാരണം അവൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ കാര്യമുണ്ടാകുമെന്ന് ആളുകൾക്കറിയാം. പോരാടാതെ തന്നെ എതിരാളിയെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു ആയുധമാണ് മൗനം. കുറച്ച് ആഴമുള്ളവരാകുക. ആർക്കും വായിച്ച് വലിച്ചെറിയാൻ കഴിയുന്ന ഒരു തുറന്ന പുസ്തകമാകരുത് നിങ്ങൾ. മൂന്നാമത്തെ നിയമം, വിഷമില്ലെങ്കിലും ചീറ്റാൻ മറക്കരുത്.
ഇത് ജീവിതത്തിന്റെ ശരിയായ വഴി പഠിപ്പിക്കുന്ന ചാണക്യന്റെ വളരെ പ്രശസ്തമായ ഒരു കഥയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഒരിക്കൽ ഒരു വിഷപ്പാമ്പ് കടിക്കുന്നത് നിർത്തി. കാരണം ഒരു സന്യാസി അതിനോട് അക്രമം ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു. ഫലമെന്തായിരുന്നു? ഗ്രാമത്തിലെ കുട്ടികൾ അതിനെ കല്ലെറിയാൻ തുടങ്ങി. വാലിൽ പിടിച്ച് വലിച്ചിഴച്ചു. ആ പാമ്പ് പാതി ജീവനായ അവസ്ഥയിലായി. സന്യാസി തിരിച്ചുവന്ന് പാമ്പിന്റെ അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹം ശാസിച്ചുകൊണ്ട് പറഞ്ഞു, വിഡ്ഢി, നിന്നെ കടിക്കാനാണ് ഞാൻ വിലക്കിയത്. എന്നാൽ ചീറ്റാനും ഭയപ്പെടുത്താനും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഈ കഥ ഇന്നത്തെ ഓഫീസ്, കോളേജ്, കുടുംബരാഷ്ട്രീയം എന്നിവയ്ക്ക് തികച്ചും അനുയോജ്യമാണ്. നിങ്ങൾ വളരെ ലളിതമായി പെരുമാറിയാൽ ലോകം നിങ്ങളെ ചവച്ചുതുപ്പും. ഇത് മാന്യതയുടെ കാലമല്ല. അതിനർത്ഥം നിങ്ങൾ മോശക്കാരാകണമെന്നോ ആളുകളെ ഉപദ്രവിക്കണമെന്നോ അല്ല. അതിനർത്ഥം നിങ്ങളുടെ അതിരുകൾ ഇരുമ്പ് പോലെ ഉറപ്പിക്കുക എന്നാണ്. ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചാൽ, തമാശയ്ക്കായി പോലും ആരെങ്കിലും നിങ്ങളുടെ ബഹുമാനത്തെ വ്രണപ്പെടുത്തിയാൽ നിങ്ങളത് വെച്ചുപൊറുപ്പിക്കില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ കണ്ണുകളിൽ ഒരു തീക്ഷ്ണത കാത്തുസൂക്ഷിക്കുക. അതുവഴി നിങ്ങളോട് മോശമായി പെരുമാറുന്നതിനു മുമ്പ് എതിരാളി 100 തവണ ചിന്തിക്കും. മിണ്ടാതെ സഹിക്കുന്നത് മഹത്വമല്ല, അത് ദൗർബല്യമാണ്. നിങ്ങളുടെ നട്ടെല്ല് നിവർത്തിപ്പിടിക്കുക. നിങ്ങൾ നല്ലവനാണെന്ന് ആളുകൾ അറിയണം. എന്നാൽ അവർ പരിധി ലംഘിച്ചാൽ എങ്ങനെ തിരിച്ചടിക്കണമെന്നും നിങ്ങൾക്കറിയാം. സംരക്ഷിക്കാനും നശിപ്പിക്കാനും ശക്തിയുള്ളവനെ മാത്രമേ സമൂഹം സല്യൂട്ട് ചെയ്യൂ. 4ാമത്തെ നിയമം, നിങ്ങളുടെ വസ്ത്രധാരണവും ശരീരഭാഷയും മെച്ചപ്പെടുത്തുക. ചാണക്യന്റെ ഒരു ശ്ലോകമുണ്ട്. അതിന്റെ അർത്ഥം ഇതാണ്: ഗുണങ്ങൾ പിന്നീട് മാത്രമേ കാണപ്പെടൂ, എന്നാൽ രൂപം ആദ്യം തന്നെ കാണപ്പെടുന്നു. നമ്മൾ പലപ്പോഴും മറക്കുന്ന ലോകത്തിലെ ഒരു സത്യമാണിത്. ലളിതമായിരിക്കുന്നതാണ് എല്ലാം എന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ ഓർക്കുക, ലളിതമായിരിക്കുന്നതും ദരിദ്രനായി കാണപ്പെടുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു രാജാവ് തന്റെ രാജകീയ വസ്ത്രങ്ങൾ അഴിച്ചുവെച്ച് കീറിയ വസ്ത്രങ്ങൾ ധരിച്ചാൽ ആളുകൾ അദ്ദേഹത്തെ രാജാവായി അംഗീകരിക്കില്ല. നിങ്ങൾ തോൾ കുനിച്ച് നടന്നാൽ, നിങ്ങളുടെ വസ്ത്രങ്ങൾ അഴുക്കുപുരണ്ടതും വൃത്തിഹീനവുമാണെങ്കിൽ, നിങ്ങളുടെ കണ്ണുകളിൽ തിളക്കമില്ലെങ്കിൽ, നിങ്ങൾ എപ്പോഴും ഭയപ്പെട്ടിരിക്കുന്നതുപോലെ തോന്നിയാൽ, നിങ്ങൾ വായ തുറക്കുന്നതിന് മുമ്പ് തന്നെ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കും. ഇവൻ ദുർബലനാണ്, ഇവൻ ദുർബലനാണ്, ഇവനെ അടിച്ചമർത്താമെന്ന്. നിങ്ങൾ ഒരാളെ കാണാൻ പോകുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ മാത്രമല്ല കൊണ്ടുപോകുന്നത്, നിങ്ങളുടെ ശരീരം മുഴുവനായാണ് നിങ്ങൾ അവിടെ കൊണ്ടുപോകുന്നത്. വിലയേറിയ വസ്ത്രങ്ങൾ ധരിക്കണമെന്നില്ല, എന്നാൽ വൃത്തിയുള്ളതും അനുയോജ്യവുമായ വസ്ത്രങ്ങൾ ധരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നിവർന്നു നിൽക്കുക, കണ്ണുകളിൽ നോക്കി സംസാരിക്കുക, മുഖത്ത് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക. ഇതെല്ലാം നിങ്ങൾ നിങ്ങളെത്തന്നെ എത്രത്തോളം ബഹുമാനിക്കുന്നുവെന്ന് കാണിക്കുന്നു. നിയമം ലളിതമാണ്. നിങ്ങൾ നിങ്ങളെത്തന്നെ ഒരു രാജാവിനെപ്പോലെ അവതരിപ്പിച്ചാൽ നിങ്ങളെ ഒരു ഭൃത്യനെപ്പോലെ കാണാൻ ലോകം ധൈര്യപ്പെടില്ല. 5ാമത്തെ നിയമം, നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുക. കൈ നീട്ടരുത്. ചാണക്യന്റെ ഈ വാക്കുകൾ നെഞ്ചിൽ കല്ലുപോലെ പതിക്കുന്നതാണ്. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവന് സ്വപ്നത്തിൽ പോലും ബഹുമാനം ലഭിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. വീണ്ടും വീണ്ടും ചോദിക്കാൻ ശീലിച്ച ഒരു കൈ ഒരിക്കലും ആദരവ് അർഹിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോടോ ബന്ധുവോടോ 500 രൂപ കടം ചോദിക്കുന്ന നിമിഷം തന്നെ നിങ്ങളുടെ പകുതി ബഹുമാനവും ആ മനുഷ്യന്റെ കാൽക്കൽ വീഴുകയാണ്. സമൂഹം പണത്തെയാണ് സല്യൂട്ട് ചെയ്യുന്നത്, മനുഷ്യനെയല്ല. ഇത് കൈപ്പേറിയതാണ്, എന്നാൽ പരമമായ സത്യമാണ്. നിങ്ങളിപ്പോഴും പിതാവിന്റെ വരുമാനത്തിലോ സുഹൃത്തുക്കളുടെ ആശ്രയത്തിലോ ആണ് ജീവിക്കുന്നതെങ്കിൽ ബഹുമാനിക്കപ്പെടുമെന്ന പ്രതീക്ഷ ഉപേക്ഷിക്കുക. നിങ്ങളുടെ സ്വന്തം ചിലവുകൾ നിങ്ങൾ തന്നെ വഹിക്കുക. നിങ്ങൾ കുറച്ചേ സമ്പാദിക്കുന്നുള്ളൂവെങ്കിലും ആ പണം നിങ്ങളുടേതായിരിക്കണം. നിങ്ങളുടെ പോക്കറ്റിൽ നിങ്ങളുടെ അധ്വാനത്തിന്റെ പണമുള്ളപ്പോൾ നിങ്ങളുടെ ശബ്ദത്തിന് പ്രത്യേകമായ ഒരു കരുത്തുണ്ടാകും. ആ കരുത്ത് നിങ്ങളെ ആരുടെ മുന്നിലും തലകുനിക്കാൻ അനുവദിക്കില്ല. അധ്വാനിച്ചുണ്ടാക്കുന്നവന്റെ കുടിലു കൊട്ടാരത്തേക്കാൾ സുരക്ഷിതമാണ്, എന്നാൽ യാചിക്കുന്നവന്റെ കൊട്ടാരം ഒരു ജയിൽ പോലെയാണ്. അതിനാൽ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുക. കാരണം ചാണക്യൻ പറയുന്നത്, ദരിദ്രനായ മനുഷ്യനെ അവനു വേണ്ടപ്പെട്ടവർ പോലും ഉപേക്ഷിക്കുന്നു, എന്നാൽ സമ്പന്നനായ മനുഷ്യന്റെ ശത്രുക്കൾ പോലും അവന്റെ ബന്ധുക്കളായി മാറുന്നുവെന്നാണ്. 6ാമത്തെ നിയമം, നിങ്ങളുടെ വിവരങ്ങൾ ആർക്കും നൽകരുത്. ചാണക്യനീതി പറയുന്നു, ബുദ്ധിമാനായ ഒരു മനുഷ്യൻ എപ്പോഴും 3 കാര്യങ്ങൾ പാതാളത്തിൽ ഒളിപ്പിച്ചു വെക്കണം: തന്റെ വീട്ടിലെ വഴക്കുകൾ, തനിക്കുണ്ടായ അപമാനം, തന്റെ സാമ്പത്തിക നഷ്ടം. ഇന്ന് ആളുകൾക്ക് സഹതാപം പിടിച്ചുപറ്റുക എന്നൊരു അസുഖം പിടിപെട്ടിട്ടുണ്ട്. അവർക്ക് ചെറിയൊരു സങ്കടം വന്നാൽ മതി, ലോകം മുഴുവൻ അവരുടെ സങ്കടകഥ വിളിച്ചു പറയാൻ തുടങ്ങും. ആളുകൾ അവരോടൊപ്പം കരയുമെന്നാണ് അവർ കരുതുന്നത്. എന്നാൽ ഈ വിഡ്ഢിത്തത്തിന്റെ വലയിൽ നിന്ന് പുറത്തു കടക്കുക. ഈ ലോകം കാഴ്ചക്കാരുടേതാണ്. നിങ്ങൾ നിങ്ങളുടെ മുറിവ് കാണിക്കുമ്പോൾ ആളുകൾ നിങ്ങളുടെ മുന്നിൽ സങ്കടം പ്രകടിപ്പിക്കും, എന്നാൽ നിങ്ങളുടെ പിന്നിൽ നിന്ന് നിങ്ങളെ പരിഹസിക്കും. നോക്കൂ, ഇവൻ എത്ര പാവമാണ് എന്നവർ പറയും. ഓർക്കുക, പാവം പിടിച്ച ഒരാളെ ആരും ബഹുമാനിക്കില്ല. അവനോട് സഹതാപം മാത്രമേ കാണിക്കൂ. നിങ്ങൾക്ക് വേണ്ടത് സഹതാപമല്ല, ബഹുമാനമാണ്. ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചാൽ അത് വിഴുങ്ങുക. അത് നിങ്ങളുടെ മുഖത്ത് കാണിക്കരുത്. ബിസിനസ്സിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചാൽ അത് നിങ്ങളുടെ പുഞ്ചിരിക്ക് പിന്നിൽ ഒളിപ്പിക്കുക. കാരണം നിങ്ങൾ ഉള്ളിൽ തകർന്നിരിക്കുകയാണെന്ന് ലോകം അറിഞ്ഞാൽ അവർ നിങ്ങളെ ഒരു ഇഷ്ടികയായി കരുതി അവരുടെ കാൽക്കീഴിൽ വയ്ക്കും. നിങ്ങളുടെ കണ്ണുനീരിനെ ഒരു കാഴ്ച വസ്തുവാക്കരുത്. ഇനി നമ്മൾ വരുന്നത് 7ാമത്തെയും അവസാനത്തെയും നിയമത്തിലേക്കാണ്. അത് ഈ നിയമങ്ങളുടെ എല്ലാം മുകളിലാണ്. ഈ നിയമം നിങ്ങൾക്ക് ബഹുമാനം മാത്രമല്ല നൽകുന്നത്, മറിച്ച് നിങ്ങളെ അമൂല്യനാക്കി മാറ്റുന്നു. 7ാമത്തെ നിയമം, നിങ്ങളുടെ തൊഴിലിൽ ഒരു മാസ്റ്ററാകുക. ആചാര്യ ചാണക്യൻ പറയുന്നു,
ഒരു വ്യക്തി എത്ര സുന്ദരനായാലും എത്ര വലിയ കുടുംബത്തിൽ ജനിച്ചവനായാലും അവനിൽ ഗുണങ്ങളില്ലെങ്കിൽ, അവനൊരു ജോലിയും അറിയില്ലെങ്കിൽ, അവൻ ചുവന്ന നിറമുള്ളതും എന്നാൽ സുഗന്ധമില്ലാത്തതുമായ ഒരു പൂവിനെപ്പോലെയാണ്. അത്തരം പൂക്കൾ ആരും ദൈവത്തിന്റെ കാൽക്കൽ അർപ്പിക്കില്ല. സുഹൃത്തുക്കളെ, മുകളിലുള്ള 6 നിയമങ്ങൾ നിങ്ങളെ ആളുകളുടെ മുന്നിൽ ശ്രദ്ധേയനാക്കും. എന്നാൽ ഈ 7ാമത്തെ നിയമം ആളുകളെ നിങ്ങളുടെ മുന്നിൽ തലകുനിക്കാൻ നിർബന്ധിതരാക്കും. അതാണ് നിങ്ങളുടെ തൊഴിലിൽ തികഞ്ഞ പ്രാവീണ്യം നേടുക എന്നത്. ഈ ലോകത്തിന്റെ വളരെ കൈപ്പേറിയ ഒരു സത്യമുണ്ട്. ലോകം നിങ്ങളുടെ മുഖത്തെ സ്നേഹിക്കുന്നില്ല. ലോകം നിങ്ങളുടെ പോക്കറ്റിനെയും സ്നേഹിക്കുന്നില്ല. ലോകം നിങ്ങളുടെ ആവശ്യകതയെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. നിങ്ങളെപ്പോലെ മറ്റാരുമില്ലാത്ത വിധം നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലിയിൽ മികവ് പുലർത്തുന്ന ദിവസം ലോകം നിങ്ങളെ വണങ്ങാൻ നിർബന്ധിതരാക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു രാജാവിന് അസുഖം വരുമ്പോൾ അദ്ദേഹം ഡോക്ടറുടെ മുന്നിൽ കുനിയുന്നു. എന്തുകൊണ്ട്? കാരണം ആ സമയത്ത് രാജാവിന്റെ അധികാരം അവിടെ ഫലിക്കില്ല. ഡോക്ടറുടെ അറിവാണ് അവിടെ വേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ഒരു മാസ്റ്റർ ആകുമ്പോൾ ആളുകൾ നിങ്ങളുടെ കുറവുകൾ കാണില്ല. നിങ്ങൾ ജോലിയിൽ മിടുക്കനാണെങ്കിൽ ആളുകൾ നിങ്ങളുടെ ദേശത്തെയും നിങ്ങളുടെ ശാഠ്യങ്ങളെയും ബഹുമാനത്തിന്റെ പേരിട്ട് വിളിക്കും. എന്നാൽ നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ, നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവനാണെങ്കിൽ, നിങ്ങൾ എത്ര നല്ല വസ്ത്രം ധരിച്ചാലും എത്ര മധുരമായി സംസാരിച്ചാലും ആളുകൾ നിങ്ങളുടെ പിന്നിൽ നിങ്ങളെ ഭൂമിയുടെ ഭാരം എന്ന് തന്നെ വിളിക്കും. അതുകൊണ്ട് ബഹുമാനത്തിനായി ആളുകളുടെ പിന്നാലെ ഓടുന്നത് നിർത്തുക. ബഹുമാനം നേടാൻ കഴിവിന്റെ പിന്നാലെ ഓടുക. 4 പേർക്കിടയിൽ നിൽക്കുമ്പോൾ ഇവൻ തൊടുന്നതെന്തും സ്വർണ്ണമാക്കുമെന്ന് ആളുകൾ പറയത്തക്ക വിധം നിങ്ങളെത്തന്നെ മിടുക്കനും കഴിവുള്ളവനുമാക്കി മാറ്റുക. അതാണ് യഥാർത്ഥ ബഹുമാനം. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരു സാധാരണക്കാരനെപ്പോലും അസാധാരണനാക്കാൻ കഴിയുന്ന ആചാര്യ ചാണക്യന്റെ ആ 7 നിയമങ്ങളായിരുന്നു ഇത്. വില കുറഞ്ഞവനാകരുത് എന്ന് നമ്മൾ പഠിച്ചു. നിശബ്ദത പാലിച്ചുകൊണ്ട് ഭയപ്പെടുത്താൻ പഠിക്കണം. നേരെ നിൽക്കുന്നതിനു പകരം അല്പം വളയാൻ പഠിക്കണം. രാജാവിനെപ്പോലെ കാണപ്പെടണം. ആരുടെയും മുന്നിൽ കൈ നീട്ടരുത്. നിങ്ങളുടെ കണ്ണുനീർ കാണിക്കരുത്. നിങ്ങളുടെ തൊഴിലിൽ ഒരു മാസ്റ്ററാകുക. തീരുമാനം ഇപ്പോൾ നിങ്ങളുടെ കൈകളിലാണ്. ഇപ്പോഴും ആളുകളോട് അതേ എന്ന് പറഞ്ഞ് അവരുടെ സേവകനായി നിന്ന് ബഹുമാനത്തിനായി യാചിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോ ചാണക്യനെപ്പോലെ നിങ്ങളുടെ സ്വന്തം നിബന്ധനകളിൽ തലയുയർത്തി ജീവിക്കാനാണോ? ഓർക്കുക, ആടുകളും കോലാടുകളും തന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവെന്ന് സിംഹം ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. സിംഹം അതിന്റെ വഴിക്ക് നടക്കുന്നു. കാട് അതിന് സ്വയം വഴിമാറിക്കൊടുക്കുന്നു. നിങ്ങളും ആ സിംഹമാകണം. ഇന്ന് നിങ്ങളോട് തന്നെ ഒരു വാഗ്ദാനം ചെയ്യുക. ഇന്ന് നെഞ്ചിൽ കൈവച്ച് പറയുക, എന്റെ മാതാപിതാക്കൾക്കും എന്റെ ഗുരുവിനും മുന്നിലല്ലാതെ മറ്റാരുടെയും മുന്നിൽ ഞാൻ ഇനി തലകുനിക്കില്ല എന്ന്. എന്റെ ബഹുമാനം ഞാൻ തന്നെ സമ്പാദിക്കും. ഈ വീഡിയോ നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ ഉണർത്തിയെങ്കിൽ, മാറാനുള്ള സമയമായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ കമന്റുകളിൽ പൂർണ്ണശക്തിയോടെ എഴുതുക, ഞാനാണ് ഏറ്റവും മികച്ചവൻ. കാരണം നിങ്ങൾ നിങ്ങളെത്തന്നെ മികച്ചവനായി കണക്കാക്കുമ്പോൾ മാത്രമേ ലോകം നിങ്ങളെ മികച്ചവനായി കണക്കാക്കൂ. അതെ, ജീവിതം മാറ്റിമറിക്കുന്ന ഇതുപോലുള്ള ശക്തമായ ആശയങ്ങൾ നിങ്ങളുടെ മൊബൈലിലേക്ക് നേരിട്ടെത്തുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ തീർച്ചയായും അമർത്തുക. അതുവഴി വിജയത്തിലേക്കുള്ള ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകില്ല. ആചാര്യ ചാണക്യന്റെ കൂടുതൽ രഹസ്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൽ വരുന്ന പ്ലേലിസ്റ്റ് തീർച്ചയായും കാണുക. സ്കൂളോ കോളേജോ നിങ്ങളെ പഠിപ്പിക്കാത്ത ജീവിതത്തിന്റെ രഹസ്യ വഴികൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജയ് ഹിന്ദ്.